ഹലോ. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ. 2 ദിവസം സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റപ്പോൾ ഇതാ മക്കളൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ നേരത്തെ 6:30 നേരം വെളുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എണീക്കും അവർ. ഞാൻ എണീച്ചപ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതാ എണീച്ച് വന്ന് ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. ഇന്ന് ചായക്ക് ഇഡ്ഡലിയും ചമ്മന്തിയാണ്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇന്ന് അനിയത്തിൻ്റെ മോൻക്ക് സ്കൂളിൽ മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞപ്പോൾ അവൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടീനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് പിന്നെ അവനെ ഡ്രസ്സ് മാറ്റി കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴും അപ്പോൾ എനിക്കിങ്ങനെ കുട്ടികളെങ്ങനെ ഒരുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ കരയുമ്പോൾ ഒരു പാടാണ്. എന്നാലും ഞാൻ കഷ്ടിച്ചൊക്കെ ഇങ്ങനെ ഒരുക്കും. പക്ഷേ നല്ല കരച്ചിൽ കാരണം കേട്ടോ. പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കൽ കഴിഞ്ഞിട്ട് അവനായിട്ട് എടുത്തപ്പോഴാണ് പിന്നെ അവൻ്റെ കരച്ചിൽ മാറിയത്. കാരണം അവനക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ലേ, 10 മണി മുതലാണ് പരിപാടി, ഉച്ചവരെ ഉണ്ട്. അപ്പോൾ ഓനെയും കൊണ്ട് പോവാനായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരൊപ്പം പോകണമെന്ന് പറഞ്ഞിട്ടില്ല കരച്ചിൽ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. ആരെങ്കിലും എങ്ങോട്ടേലും പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പോകണം. അങ്ങനെ പിന്നെ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ വിചാരിച്ചിട്ട് ഉമ്മ പറഞ്ഞു കുറച്ച് ഉള്ളിയുണ്ട്, അപ്പോൾ അതിങ്ങനെ തൊലിച്ച് ഡപ്പയിലിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുള്ളിയും കാര്യങ്ങളും ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്യണതാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ചെറുള്ളി പെട്ടെന്നൊക്കെ എടുക്കാൻ ആകുമ്പോൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ സുഖമല്ലേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തൊലിച്ച് വെക്കാറാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പണിക്ക് നിന്നു. അമ്മ അടുക്കളയിൽ ഓരോ പണിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ മീൻ കൊടുന്നിരുന്നു. മീൻ കഷ്ണം വെട്ടിയിട്ട് കേട്ടോ കൊടുന്ന് ക്ലീൻ ആക്കിയിട്ട് തന്നെ പിന്നെ കുറച്ച് വൃത്തിയാക്കാൻ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു കഴുകിയെടുക്കാൻ. അപ്പോൾ ഞാൻ കഴുകിയെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നിന്നതായിരുന്നു. പിന്നെ എനിക്ക് നന്നാക്കാനാണെന്നുണ്ടെങ്കിലും കഴിക്കാനാണെങ്കിലും ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മീനാട്ടോ ഈ തളയൻ എന്ന് പറയുന്നത്. മാന്തലാണെങ്കിൽ പിന്നെയും നല്ല ഇഷ്ടമാണ്. അതുപോലെ ഈ നത്തളും ഈ തളയനും എന്ന് പറഞ്ഞ മീനാണ് എനിക്ക് പച്ചമീനിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത മീനുകൾ രണ്ടെണ്ണം കേട്ടോ. ബാക്കിയുള്ളത് പിന്നെയും കഴിക്കും. ഇതിപ്പോൾ ഞാൻ നന്നാക്കി ശരിയാക്കി എന്നല്ലാണ്ട് ഞാൻ അതൊന്ന് ഒന്നുപോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നോരോന്ന് ഇങ്ങനെ വൃത്തിയാക്കാനും പിന്നെ അതിന് മുള്ളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങനെ സ്പീഡിൽ എടുക്കില്ല കേട്ടോ. ഞാൻ പതുക്കെ എടുക്കുകയുള്ളൂ. ഞാൻ ചിലരുണ്ടാവില്ലേ പണിയെടുക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ എടുക്കുക, അങ്ങനെ എനിക്ക് വയ്ക്കില്ല. ഞാൻ ആക്കം പോലെ എടുക്കുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഫ്രിഡ്ജിൽ മുന്തിരി ഉണ്ട്, ജ്യൂസ് മുന്തിരി, അപ്പോൾ എടുത്ത് ജ്യൂസ് അടിച്ചലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നിന്നായിരുന്നു. അത് ജ്യൂസ് അടിക്കാൻ മാത്രമായിട്ട് യൂസ് ചെയ്യണ ഇപ്പോൾ കുറച്ച് മുൻപായിട്ട് വാങ്ങിച്ചതാട്ടോ പെരയിൽ. അപ്പോൾ ഇതങ്ങനെ എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ജ്യൂസ് അടിക്കുക അപ്പോൾ മിക്സിയുടെ ജാറ് അതിലിട്ടടിക്കലാണ്. ഇതങ്ങനെ എടുക്കാറില്ല. ചിലപ്പോൾ അധികം മറന്നു പോകാറ് കേട്ടോ. ജ്യൂസ് അടിക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ഇത് മറക്കും. അപ്പോൾ ഇത് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇത് ഇതിലടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കലും പിന്നെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞായിരുന്നു പായസം ഉണ്ടാക്കാം, പാലുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പം പിന്നെ അത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്ന് ഉച്ചക്ക് ഉറങ്ങുകയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ചോറുന്നൽ കഴിഞ്ഞപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കി വെക്കാം, പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കിന് ചൂടാറിയിട്ട് കുടിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. 2.5 കപ്പ് 2 പാക്കറ്റ് പാലും പിന്നെ ഒരു അര കപ്പ് പാലും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ ഞാനിതാ ഈ ഒരു പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രം കൊടുക്കല്ലേ അതിലേക്കാണ് പാർന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് പച്ചവെള്ളം ഉണ്ടാവില്ലേ അതുകൂടി പാർന്നിട്ട് ഞാനങ്ങനെ അടുപ്പിൽ വെക്കട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ അത് നല്ലോണം തിളച്ചിങ്ങനെ മറിയുമ്പോൾ ഞാൻ സ്ലിമ്മാക്കി വെക്കാറാട്ടോ ചെയ്യുക. അങ്ങനെ അത് ഗ്യാസുമ്മയൊക്കെ വെച്ച് കഴിഞ്ഞ് കത്തിച്ച് ഗ്യാസുമ്മ അങ്ങനെ അടച്ച് വെക്കും. പക്ഷെ നമ്മളിത് നോക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് തിളച്ച് പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ നിന്നു. പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അവരൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അതിന് വേണ്ടിയിട്ട് നിന്നായിരുന്നു. പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാവോനരി, മിൽക്ക് മെയ്ഡ്, പിന്നെ സേമിയൻ, ഇങ്ങനത്തെ സേമിയനല്ല ഇതിൻ്റെ സ്ലിം ആയിട്ടുള്ള സേമിയൻ ഉണ്ടാവും. നമ്മൾ ഈ കുനാഫയൊക്കെ ഉണ്ടാക്കില്ലേ അതിന് പറ്റിയിട്ടുള്ള സേമിയൻ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് കുറച്ച് വലിയ സേമിയനാണ്. ഇത് പിന്നെ കുഴപ്പമില്ല, പക്ഷേ ചെറിയ സേമിയനാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടുമായിരുന്നു കേട്ടോ. ഇനി അത് വറുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചധികം എടുത്തിട്ട് ഞാനിങ്ങനെ പൊട്ടിച്ചിടുകയാണ് ചെയ്തത്. പാലും കുറേ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചധികം വേണ്ടി വരും വിചാരിച്ചിട്ട് കറക്റ്റ് കണക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ സാധനങ്ങൾ എടുക്കാറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ പൊട്ടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാൽപ്പാത്രത്തേക്ക് വെള്ളം എടുത്തിട്ട് സാവോനരി ഉണ്ടാവില്ലേ അത് ഞാൻ അതിന്ന് ഒരു 3/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇത് ചെറിയ സാവോനരി, ഇതിൻ്റെ വലുത് കിട്ടും. അപ്പോൾ അത്ര തന്നെ അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ ചെറുതാവുകൊണ്ട്
വലുതായി വരില്ല. ആ ഒരു ചെറുതിൽ അങ്ങനെ വേവേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് എടുത്തിട്ട് പിന്നെ അത് കഴുകിയിട്ടാണ് അത് ഗ്യാസുമ്മ വെച്ചത്. ചിലരത് കഴുകിയിട്ട് അങ്ങനെ ആ പാല് വെച്ചതിൽക്ക് അങ്ങനെ ഇടും ട്ടോ. പക്ഷെ ഞാനിങ്ങനെ വേവിച്ചിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ഇതിൽ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നല്ലതായിട്ട് വേവിക്കും. അപ്പം ഞാനിതാ അത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ വെള്ളം പാർന്നിട്ട് നല്ലോണം കഴുകണം. എനിക്കിങ്ങനെ അളവ് ഒരു കൺഫ്യൂഷനാട്ടോ, ഇത് തികയോ അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ പിന്നെ ഉണ്ടാക്കി പോകുമ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാതും. അങ്ങനെ ഇതാ കുറച്ചധികം എടുത്തിട്ട് അത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഗ്യാസുമ്മ വെക്കാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ ഇതാ പാല് തിളച്ച് വന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ഒക്കെ കൂടെ ഉണ്ട് തിളച്ച് പോവും. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് അടച്ചു വെക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ പിന്നെ അത് അങ്ങനെ തുറന്ന് വെച്ചു. കാരണം പെട്ടെന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ മിൽമയുടെ നെയ്യ് ഉണ്ടാവില്ലേ, ആ നെയ്യ് ഇട്ടിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊക്കെ വറുത്ത് കോരി എടുക്കുക കേട്ടോ ചെയ്തത്. വറുത്ത് കോരുമ്പോൾ കുറച്ചധികം കോരും ട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ തിന്നിട്ട് അങ്ങനെയും കഴിയും. അപ്പോൾ ഞാൻ പിന്നെ ചട്ടി ഒഴിച്ചിട്ട് ഒരു 2 സ്പൂണ് അധികം ഞാൻ നെയ്യ് തന്നെ എടുക്കൽ. പിന്നെ കുറച്ച് ഞാൻ പാല് തിളക്കുമ്പോൾ പാലിലേക്ക് ഇടും. അങ്ങനെ അതാ 2 സ്പൂണ് നെയ്യ് ചട്ടിക്ക് ഇട്ടതിന് ശേഷം ഞാൻ ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ്. അങ്ങനെ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ നെയ്യിക്ക് തന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന സേമിയ ഉണ്ടാവില്ലേ, ആ സേമിയ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കും. വറുക്കും എന്ന് പറഞ്ഞാൽ കളറ് മാറുകയും ചെയ്യില്ല കേട്ടോ. അതിനൊരു വെള്ള കളറ് വരും. ആ കളറ് വരുന്നത് വരെ അതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കും. ഒരു 5 മിനിറ്റ് തികച്ചെടുക്കില്ല. അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോഴേക്കിനും എൻ്റെ സേമിയന് അങ്ങനെ വറുത്തിട്ട് ശരിയായിട്ട് വരുന്നുണ്ടായിരുന്നു. സ്ലിമ്മാക്കി വെച്ചിട്ട് വേണം കേട്ടോ വറുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കളറ് മാറും. അപ്പോൾ പിന്നെ പായസത്തിലിടുമ്പോഴും കളറ് മാറിയിട്ടിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ. ആ നെയ്യിന് കുറവാണെങ്കിൽ കുറച്ചുകൂടിയും ആക്കി കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ ഞാൻ വറുത്ത് കോരി ശരിയാക്കി തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലിടയ്ക്ക് ഞാൻ പാല് തിളച്ച് വന്നപ്പോൾ അത് സ്ലിമ്മാക്കി വെച്ചിട്ട് സാവോനരി വെന്തിട്ടുണ്ടായിരുന്നു. ആ വെന്ത സാവോനരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിലിട്ടിട്ട് പിന്നെ ഇങ്ങനെ കിടന്ന് തിളക്കാണ്. ഇപ്പോൾ ഒക്കെ ഞാൻ സ്ലിമ്മാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ സേമിയ വറുത്തത് കൂടി ഞാൻ ആ പാത്രത്തിൽ ഇട്ടും കൂടി ഒരു 5-10 മിനിറ്റൊക്കെ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് എങ്ങനെയും വേണ്ടി വരും. അതിങ്ങനെ തിളച്ച് വന്ന് നല്ല ഇതുപോലെ നമുക്കിങ്ങനെ കുറച്ച് നെയ്യൊക്കെ പാർന്നേക്കും. അങ്ങനെ കുറച്ച് നേരം തിളച്ചാൽ മതി. ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പായസം റെഡിയുണ്ട്. അപ്പോൾ തന്നെ അതിൽ കടന്നിട്ട് മൊത്തത്തിലില്ലാതെ നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുന്നു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ പായസം കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ